സിസുവിൻ്റെ സെക്കൻഡ് പാർട്ട് കണ്ടു. സിസു റോഡ് ടു റിവെഞ്ച്. ഒരു ചെറിയ പടമാണ്. ഒരു 1 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ ടൈം ഫുള്ള് ഈ 1 1/2 മണിക്കൂറും കംപ്ലീറ്റ്ലി ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. കമ്പയർഡ് ടു ഫസ്റ്റ് വൺ ഇതിൽ ഫുൾ ഓൺ ഫുൾ എൻഗേജ്ഡ് ആയിട്ടാണ്. ഫസ്റ്റിലൊക്കെ ആണെങ്കിൽ പല ചാപ്റ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ ഫസ്റ്റ് തിരിച്ച പോലെ തന്നെ ഒരു 6 ചാപ്റ്റർ ആയിട്ടാണ് ഈ പടം തിരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ എല്ലാ ചാപ്റ്ററിലും ആക്ഷൻ ബ്ലോക്കുകളുണ്ട്. എല്ലാ ചാപ്റ്ററിലും നല്ല കണ്ടിന്യൂറ്റി ഉണ്ട്. നല്ല ഒന്നുമില്ല. ഈ ഒരു ക്യാരക്ടറിന് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം. ഒരു സാധനം കുറച്ച് സാധനങ്ങൾ കടത്തണം. അതിനുവേണ്ടി മൂപ്പര് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ മുഴുവനുള്ളത്. ആൻഡ് ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് ഇഷ്ടാവും. പക്ഷേ ഫസ്റ്റ് പാർട്ട് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ ഭയങ്കര ഓവറായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൻ്റെ അപ്പുറത്തെ ഓവറാണ് സെക്കൻഡ് പാർട്ടിൽ. അതായത് നമ്മൾ ലോജിക് മൈൻഡൊക്കെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വേണം ഈ പടത്തിന് പോകാൻ എന്നുള്ളത് ഒന്ന്. അതിൻ്റെ കൂടെ തന്നെ എത്രയൊക്കെ നമ്മൾ ലോജിക്ക് നോക്കിയില്ലെങ്കിലും ഇത് കുറച്ച് ഓവറല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും ഓവറായിട്ടുള്ള സാധനങ്ങൾ ഈ ചങ്ങായി ചെയ്യുന്നുണ്ട് ഈ പടത്തിൽ. അതന്നെയാണ് ഈ പടത്തിൻ്റെ രസം. അതായത് അടുത്ത എന്ത് പോക്രിത്തരാണ് ഇയാള് ഈ ചെയ്യാൻ പോണതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഓരോ സീക്വൻസുകളും കാത്തിരിക്കുക. സോ ഞാൻ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി തറോലി ഫുൾഫിൽഡ് ആയിട്ടാണ് ഈ ഒരു പടം ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് എവിടെയും നമുക്ക് സ്പേസ് ഇല്ല. ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കാണ്ടാണ് ആക്ഷനോട് ആക്ഷൻ. പട 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 പടാന്ന് പറഞ്ഞ സെറ്റ് പീസുകളാണ് ഇങ്ങനെ വരിക. ഒന്ന് എയർ ലോൾ ഫൈറ്റ് ആണെങ്കിൽ അടുത്ത് വെള്ളത്തിൽ, അടുത്ത് എവിടെ എന്ന് പറഞ്ഞ് ചെയ്ത് കൂട്ടാത്ത സാധനങ്ങളില്ല. ഒരു ടാങ്ക് വെച്ചിട്ട് മറയ്ക്കുന്നൊരു സീനുണ്ട്. അത് മാത്രമാണ് എനിക്ക് ബാക്കി ഓവറല്ല എന്നല്ല. അത് എൻ്റെ അമ്മോ! എന്തടാ ഒരു പരിധിയില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അത്രയും ഓവറാക്കിയിട്ട് കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൻ്റെ ഫൺ അതാണ്. ഈ പടത്തിൻ്റെ രസം അതാണ്. നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനം കാണാനല്ല സിസുവിൻ്റെ സെക്കൻഡ് പാർട്ടിന് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടവർ മാത്രമേ ഇതിന് പോകുന്നുണ്ടാവുള്ളൂ. സോ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടിയത്, അതിൻ്റെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം ഇതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഓരോ സീക്വൻസും ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ട്രെയിലറിൽ കണ്ട സീക്വൻസുകൾ മാത്രമല്ല, അല്ലാതെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. ആൻഡ് ഞാനീ പറഞ്ഞ പോലെ ഈ ഒരു 1 1/2 മണിക്കൂറാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ആകെ അത്രയും റൺ ടൈം ഉള്ളൂ. ആ ടൈമിൽ ഒരു അനാവശ്യ ഡയലോഗ് പോലുമില്ല. ആക്ച്വലി പ്രോട്ടഗോണിസ്റ്റ് മിണ്ടിയിട്ടേ ഇല്ല. നമ്മളൊരു ക്യാരക്ടറിന് ഡയലോഗില്ല. മറ്റേ ആൻ്റഗോണിസ്റ്റ് ക്യാരക്ടർ നമ്മുടെ സ്റ്റീഫൻ ലാങ്ങിൻ്റെ ക്യാരക്ടർ മാത്രമാണ് 2, 3 ഡയലോഗിലും പറയുന്നത്. സോ ഇൻ ടോട്ടൽ ഈ ഒരു 1 1/2 മണിക്കൂറിൽ ഒരു 2 മിനിറ്റൊക്കെ ആകെ ഡയലോഗുള്ളൂ. അതായത് നിങ്ങൾക്ക് ഭാഷ അറിയില്ല, നിങ്ങൾക്ക് സബ്‌ടൈറ്റിലൊന്നും വേണ്ട. ഈ പടത്തിൽ അറിയാലോ സംഭാഷണം ഇല്ലെങ്കിൽ പിന്നെ സബ്‌ടൈറ്റിലിൻ്റെ ആവശ്യമില്ല. സോ അതൊന്നും നോക്കിയിട്ട് നിങ്ങൾക്കൊരു പ്രോപ്പർ പ്യൂർ നമ്മളൊരു മാഡ് മാക്സിൻ്റെ ഫ്യൂരി റോഡൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അത്രയും ക്വാളിറ്റി എന്നല്ല ഞാൻ പറഞ്ഞത്. അതേപോലെ ഒരു മാഡ് മാക്സ് പടമൊക്കെ കണ്ടാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ ഒരു 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 അഡ്വെഞ്ചർ ആക്ഷൻ പടം കണ്ടാൽ എങ്ങനെയുണ്ട് അതുപോലെ. ജസ്റ്റ് ഒരു ട്രാവലാണ്, ഒരു റോഡ് മൂവി പോലെയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഒബ്സ്റ്റക്കിൾസ് നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ ഒരു ചെക്ക് പോയിന്റ് എത്തും, അവിടെ നിന്ന് ഇങ്ങനെ സേവ് അങ്ങനെ ആ രീതിക്ക് ആ ഒരു മോഡിലാണ് ഈ പടം സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പടത്തിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഫുൾ ഓൺ ഫുൾ പക്ക 1 1/2 മണിക്കൂർ എൻഗേജിങ് ആയിട്ടുള്ള ആക്ഷൻ ഫ്ലിക്ക് നൽകുക എന്നുള്ളതാണ്. അത് ഈ സിനിമ ഡെലിവർ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ഓവറാണ്. കുറച്ചൊന്നുമല്ല, കുറേ അധികം ഓവറാണ് എന്നത് മാത്രമാണ് ഈ സിനിമയ്ക്ക് അത് പ്രശ്നം എന്നല്ല, അതാണ് സിനിമ. ആ കാര്യം ഉൾക്കൊണ്ടിട്ട് വേണം ഈ പടത്തിന് പോകാൻ, ഈ പടത്തിന് കയറാനും. ഇതിങ്ങനെ ആയിരിക്കും, നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സാധനങ്ങൾ എത്ര കുത്ത് കൊണ്ടാലും ഇയാൾ ചാവില്ല, എത്ര വെടി കൊണ്ടാലും മുമ്പിൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് നമുക്കറിയാം. ഒരു വൺ മാൻ ആർമിയാണ്. അതിൻ്റേതായ ഏറ്റക്കുറച്ചിലുകളൊക്കെ സിനിമയിൽ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ലോജിക് മൈൻഡ് വീട്ടിൽ വെച്ചു, അല്ലെങ്കിൽ ലോജിക് വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എൻജോയബിൾ ഫൺ റൈഡ് തന്നെ ആയിരിക്കും സിനിമ. ഇത് പ്രഡിക്റ്റബിൾ ആണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്താ നടക്കാൻ പോകുന്നത്, എങ്ങോട്ടാണ് ഇതൊരു പോക്കുന്നുള്ളത്. പക്ഷേ ആ ഒരു ജേണിയിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, ഇനി അടുത്ത് എന്തൊക്കെ ഇനി ഇതിൽ കൂടുതൽ ഇയാൾ എന്താ ചെയ്യാൻ പോണ് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സിനിമ കാണാം. സോ എന്നെ സംബന്ധിച്ച് ഒരു മസ്റ്റ് വാച്ച് ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് സിസു എനിക്ക് അത്രയ്ക്ക് വേറെ ലെവൽ പടമായിട്ടൊന്നും തോന്നിയില്ല. കണ്ടിരിക്കാൻ പറ്റുന്ന ലൈറ്റായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അത് എന്താണോ പടത്തിൻ്റെ ഇൻറ്റൻഷൻ അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യുന്ന 1 1/2 മണിക്കൂറും നല്ല എൻഗേജിങ് ആയിട്ടുള്ള ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള ഒരു പോപ്കോൺ വർത്തി ഫ്ലിക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.